കൊട്ടിയൂരുള്ള മുഴുവൻ വിശേഷങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. കൊട്ടിയൂർ വന്നാൽ താമസിക്കേണ്ട സ്ഥലം, കൊട്ടിയൂരിലെ വഴിപാടുകളെക്കുറിച്ച് അങ്ങനെ വിശദമായൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവഞ്ചിറയിലെ പ്രദക്ഷിണമാണിത്. അപ്പോൾ ഇവിടെയാണ് ദക്ഷയാഗം നടന്നതായിട്ട് ഐതിഹ്യപരമായി വിശ്വസിക്കപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ 2 ക്ഷേത്രങ്ങളിലേക്കുള്ള കവാടത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഇതിപ്പോൾ ഇക്കര ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ്. നേരെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് അഭിമുഖമായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ കവാടം കാണുന്നത്. അപ്പോൾ ഈ പാത എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇത് അതായത് പേരാവൂരിൽ നിന്നും മാനന്തവാടിക്ക് പോകുന്ന, പാൽച്ചുരം വഴി മാനന്തവാടിക്ക് പോകുന്ന സംസ്ഥാന പാതയിലാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രമാണ്. ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വളരെയധികം ഭക്തജന തിരക്കാണ് ഞാൻ വന്ന സമയത്തുള്ളത്. അപ്പോൾ എനിക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ എന്തായാലും കഴിയില്ല. അപ്പോൾ ഇതാണ് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രം. കൊട്ടിയൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവകാലത്ത് അല്ലാത്ത സമയത്ത് വരുമ്പോൾ ഈ ക്ഷേത്രത്തിലാണ് ഭക്തജനങ്ങൾ എത്തേണ്ടത്. അക്കര കൊട്ടിയൂർ ക്ഷേത്രം ഈ 1 മാസത്തേക്ക് മാത്രം, ഈ വൈശാഖ മഹോത്സവം നടക്കുന്ന സമയത്ത് മാത്രമേ അക്കര കൊട്ടിയൂരിൽ പൂജകളും മറ്റു കാര്യങ്ങളും ക്ഷേത്രത്തേക്കുള്ള പ്രവേശനവും ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ, ഉത്സവകാലത്തല്ലാത്ത സമയങ്ങളിൽ ഇക്കര ക്ഷേത്രത്തിലാണ് വരേണ്ടത്. ഇക്കര ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഇക്കര ക്ഷേത്രമാണ്. ഭക്തജനങ്ങൾ അപ്പോൾ ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നും ഞാൻ അക്കര കൊട്ടിയൂർ ക്ഷേത്ര പാതയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് റോഡിൻ്റെ മറുവശത്താണ് അക്കര കൊട്ടിയൂർ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള ഓടപ്പൂക്കളുടെ കാഴ്ച ഉണ്ടോ? അപ്പോൾ ഓടപ്പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകം തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓടപ്പൂക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. ഈ കൊട്ടിയൂരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷകമായി മറ്റെവിടെയും കാണാത്ത, ഏതൊരു ഉത്സവത്തിലും കാണാൻ കഴിയാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഓടപ്പൂക്കളാണ്. അപ്പോൾ ഓടപ്പൂക്കൾ ഒരു 50 രൂപ തൊട്ട് ഏകദേശം 150 രൂപ വരെയൊക്കെയാണ് ഈ ഓടപ്പൂക്കളുടെ വില കേട്ടോ. അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ വഴിയിലൂടെ അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. ബാവലി പുഴ കടന്നിട്ട് വേണം ഈ അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ദർശനത്തിനായി പോകാൻ. ഇതിപ്പോൾ ബാവലി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമാണ്. അവിടേക്ക് ആളുകൾ കുടിക്കുന്ന കാണാം. ഈ പാലം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ 1 മാസക്കാലത്തെ ഈ അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പാലമാണ്. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ പാലമെല്ലാം കവിഞ്ഞ് വെള്ളം എല്ലാം ഒഴുകിപ്പോവും ധാരാളം. അപ്പോൾ അങ്ങനെ അക്കര കൊട്ടിയൂരിലേക്ക് ഈ ബാവലിപ്പുഴയുടെ പ്രദേശങ്ങളിലൂടെ ഞാൻ നടന്നു പോവുകയാണ്. കണ്ടു ജനങ്ങളുടെ തിരക്ക് കാണണമെങ്കിൽ അങ്ങോട്ട് കണ്ടു. വൻ ഭക്തജന തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. ഇത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ബാവലിപ്പുഴയെ 2ആയിട്ട് ഒഴുകുന്ന ഭാഗത്തിൻ്റെ 2ാം ഭാഗമാണ്. നമ്മൾ ആദ്യ ഭാഗത്തുകൂടിയാണ് കടന്നു വന്നത്. ഇത് 2ാം ഭാഗമാണ്. ഇവിടെ കാണാൻ ഒരു ഇരുമ്പ് പാലമൊക്കെ ഈ ക്ഷേത്രത്തിലെ ദർശനത്തിനൊക്കെ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന പാലങ്ങളാണ്. അവിടെ ദക്ഷയാഗം നടന്ന സ്ഥലമായിട്ടാണ് ഈ കൊട്ടിയൂരിനെ കണക്കാക്കുന്നത്. ഈ ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ശിവഭഗവാന്റെ പത്നിയായിരുന്ന സതി ദക്ഷൻ്റെ പുത്രിയായിരുന്നല്ലോ. അപ്പോൾ ദക്ഷൻ്റെ പുത്രിയായിരുന്ന, ദക്ഷൻ്റെ അനുമതിയില്ലാതെ ശിവനെ വിവാഹം കഴിച്ചതിൽ പ്രകോപിതനായ ദക്ഷൻ ശിവനെ ഒന്ന് അപമാനിക്കുന്നതിന് വേണ്ടി ഒരു യാഗം നടത്തുവാൻ തീരുമാനിക്കുകയും, അപ്പോൾ ആ യാഗം നടന്ന സ്ഥലമാണ് ഈ കൊട്ടിയൂർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ശിവനെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ക്ഷണിക്കുകയും ഈ പറഞ്ഞ സതീനെ അടക്കം ക്ഷണിക്കാതിരിക്കുകയും, അങ്ങനെ ശിവൻ്റെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ ശിവൻ്റെ പൂർണ്ണ സമ്മതമില്ലാതെ സതി ഈ ദക്ഷയാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വരികയും ചെയ്തതായിട്ടാണ് ഈ പറയുന്ന ഐതിഹ്യ കഥകളിൽ പറയുന്നത്. ക്ക് ശിവപത്നിയായിട്ടുള്ള സതി വരുമ്പോൾ, എന്നാൽ സതി വിചാരിച്ചതുപോലെ ഉള്ള ഒരു സ്വീകരണം അവിടെ ദക്ഷയാഗ സ്ഥലത്ത് കിട്ടിയില്ല. അപ്പോൾ അപമാനിതരായ സതി
ശിവ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ഒരു മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അങ്ങനെ ഈ ദക്ഷയാഗ സ്ഥലത്ത് വെച്ച് തന്നെ സതി എന്താ പറയണ്ടത് തീയിൽ നിബന്ധനം ചെയ്ത് അങ്ങനെ ആത്മാഹൂതി ചെയ്യുന്ന പോലെ ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ ഈ പറയുന്ന ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട സതി ദേവിയുമായി ബന്ധപ്പെട്ട ചരിത്രം. അപ്പോൾ അതിൽ ക്ഷുഭിതനായ ഭഗവാൻ ശിവൻ എന്താ പറയണ്ടേ ശിവൻ്റെ ഭൂതഗണങ്ങളെല്ലാം ഇങ്ങോട്ട് അയക്കുകയും അപ്പോൾ അങ്ങനെ ഈ ദക്ഷയാഗ സ്ഥലം നാമാവശേഷമാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്നൊക്കെയാണ് ഈ കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട ഈ ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട ചരിത്രം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബാവലിപ്പുഴയും കടന്ന് നമ്മൾ ഇവിടെ താൽക്കാലിക ബണ്ട് കെട്ടിയിട്ടുണ്ട്. ആ ബണ്ടിലൂടെ തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന അക്കര കൊട്ടിയൂരിലേക്ക് നമ്മൾ അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ തിരുവഞ്ചിറയുടെ അടുത്തേക്ക്, ഇവിടെ ക്ഷേത്രമെന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ, ക്ഷേത്രമായിട്ടൊന്നുമില്ല, ക്ഷേത്രമില്ലാത്ത ക്ഷേത്രം എന്നാണ് ഈ കൊട്ടിയൂർ അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുക. അപ്പോൾ ആ കൊട്ടിയൂരിലേക്ക് ഏകദേശം അടുത്ത് കേട്ടോ, ക്ഷേത്രത്തിലെ തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന സ്ഥലം കേട്ടോ. ഇവിടെ അക്കര കൊട്ടിയൂർ ക്ഷേത്രമെന്ന് പറയാൻ കഴിയില്ല, കാരണം ഇവിടെ ഒരു ക്ഷേത്രമില്ല, ക്ഷേത്രമില്ലാത്ത ക്ഷേത്രമെന്നാണ് ഈ അക്കര കൊട്ടിയൂരിനെ കുറിച്ച് പറയുക. ഇതെല്ലാം ഈ കണ്ട ഓലപ്പുരകളാണ്, ഈ ചുറ്റുവട്ടെല്ലാം കാണുന്ന ഓലപ്പുരകളാണ്. ഈ ഓലപ്പുരകളെ കയ്യാലകൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഓരോ സ്ഥാനികരുടെ ഉള്ള ഷെഡുകളാണ്. അതിങ്ങനെ തൽക്കാലത്തേക്ക് ഈ 1 മാസത്തേക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ദക്ഷയാഗം നടന്നതായിട്ട് ഐതിഹ്യപരമായി വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ദക്ഷയാഗം നടന്ന സ്ഥലത്തെ ഈ 1 മാസക്കാലം മാത്രം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഇവിടെ പ്രത്യേകിച്ചൊരു ക്ഷേത്രം ഇല്ല. ഇവിടെ എന്താ പറയണ്ടേ സ്വയംഭൂവായി ഉള്ള ഒരു ശിവലിംഗമാണ്. അവിടെ ഇങ്ങനെ ക്യൂവായിട്ട് കാത്തിരിക്കുന്ന കാണാം. അവിടെയാണ് സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗം ഉള്ളത്. പക്ഷേ നമുക്ക് ക്യാമറയുമായിട്ടൊന്നും അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഈ തിരുവഞ്ചിറയ്ക്ക് അടുത്തുള്ള മുകളിൽ കുറച്ച് ഉയർന്ന പ്രദേശമാണ്. ആ ഉയർന്ന പ്രദേശത്തൂടെ ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. ബയ്യാലകൾ ഇതുപോലെ താൽക്കാലികമായ ഷെഡുകളാണ്. അതായത് ഈ ഉത്സവകാലത്തേക്ക് വേണ്ടി മാത്രം ഇവിടെ അവകാശികളോ അല്ലെങ്കിൽ പാരമ്പര്യ ട്രസ്റ്റുകൾ, അതുപോലെ തന്നെ ഓഫീസ് കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലുള്ള താൽക്കാലിക ഷെഡ് ആണ് നിർമ്മിക്കുന്നത്. അല്ലാണ്ട് ആളുകളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഒരു പ്രാധാന്യം. വൻ ഭക്തജനത്തിരക്കാണ്. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിനെക്കുറിച്ചാണ് ഞാൻ അടുത്തായി പറയാൻ പോകുന്നത്. ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, വയനാട് പോലുള്ള ജില്ലകളിൽ നിന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല. ഞാൻ പ്രധാനമായിട്ടും കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ജില്ലകളിൽ നിന്നുള്ള കൊട്ടിയൂർ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ കൊട്ടിയൂരിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തലശ്ശേരിയാണ്. അപ്പോൾ ഈ ട്രെയിൻ മാർഗം കൊട്ടിയൂരേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ആണ് ഇറങ്ങേണ്ടത്. ഉത്സവകാലത്ത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ അകലെയാണ് തലശ്ശേരി ബസ് സ്റ്റാൻഡ്. അവിടെ നിന്നും ഈ ഉത്സവകാലങ്ങളിൽ ഒരു 5 മിനിറ്റ് ഇടവിട്ട് കൊട്ടിയൂരേക്ക് KSRTCയും അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അപ്പോൾ ആ യാത്രാമാർഗം സ്വീകരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഉള്ള ആളുകൾ, അതായത് ദൂരദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ എവിടെയാണ് താമസിക്കാനുള്ള സൗകര്യം എന്നാണ് ഞാൻ അടുത്തായി പറയാൻ ഉദ്ദേശിക്കുന്നത്. കൊട്ടിയൂർ എന്ന് പറയുന്നത് ഒരു തനി ഗ്രാമപ്രദേശമാണ്. ഇവിടെ അങ്ങനെ വലിയ ഹോട്ടലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം താമസിക്കാനുള്ള ലോഡ്ജുകളും മറ്റുമുണ്ട്. ഒരു 7 കിലോമീറ്റർ അകലെ കേളകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ലക്ഷറി ആയിട്ടുള്ള ഹോട്ടൽ ലഭിക്കും. അതുപോലെ തന്നെ അങ്ങനെയൊക്കെയാണ് താമസ സൗകര്യത്തെക്കുറിച്ച്. ഈ കൊട്ടിയൂർ ടൗണിൽ, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സാധാരണഗതിയിൽ പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ പുറമേ നിന്ന് വരുന്ന ആളുകൾ താമസിച്ചിട്ട് കൊട്ടിയൂർ ക്ഷേത്രം ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മുൻകൂട്ടി തന്നെ ഈ കൊട്ടിയൂരിന് അടുത്തുള്ള കേളകം, പേരാവൂര് അതുപോലുള്ള സ്ഥലങ്ങളിലെ ഹോട്ടലുകളിൽ നേരത്തെ ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ കൊട്ടിയൂർ ക്ഷേത്ര ഉത്സവത്തിന് വരുന്ന കൂടെ തന്നെ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, അതുപോലെ മാമാനം ക്ഷേത്രം, പറശ്ശിനിക്കട ക്ഷേത്രം, ഇതെല്ലാം ഇതിൻ്റെ
ഏകദേശം അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അതും കൂടെയൊക്കെ സന്ദർശിക്കാനുള്ള കൂട്ടത്തിൽ അങ്ങനൊരു പാക്കേജുമായിട്ട് ഈ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര ഉത്സവത്തിന് വരുന്നവർ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വരുന്നത് എപ്പോഴും നന്നായിരിക്കും. ഈ ഒരു ഉത്സവത്തിന് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മെയ് 23-നും അതുപോലെ തന്നെ ജൂൺ 13-നും ഇടയ്ക്ക് വരുന്നതാണ് നല്ലത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് ഒരു മെയ് 31, ജൂൺ 2, 3, 4 ദിവസങ്ങളാണ്. അപ്പോൾ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഇളനീരാട്ടമാണ്. മറ്റ് ലോകത്ത് ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഇളനീരാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഇളനീരാട്ടമൊക്കെ കണക്ക് കൂട്ടി ഇളനീരാട്ടത്തിനൊക്കെ ആ ദിവസങ്ങളിൽ വരാൻ വേണ്ടി പ്രത്യേകം വിശേഷങ്ങളും കാഴ്ചകളും അതിനെക്കുറിച്ച് പകർന്നു തന്ന ചെറിയ അറിവുകളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ പേജ് ഫോളോ ചെയ്യുക.